പിന്നെ അടുത്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സ്പോർട്ടി മോഡൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും വണ്ടിയുടെ റെസ്പോൺസ് എന്നുള്ളതാണ്. വാവ്, ഒരു രക്ഷയില്ല കേട്ടോ. സഡൻ ഒരു ബ്രേക്കിംഗ് ആണ് നമ്മൾ എല്ലാ വണ്ടിയിലും ചെക്ക് ചെയ്യാറുള്ളതാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിഷ് മച്ചാൻസ് ഓട്ടോ ബ്ലോഗ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വണ്ടിയാണ്. എല്ലാവരുടെയും ആഗ്രഹമാണ് അടി തട്ടാത്തൊരു വണ്ടി, നല്ല കംഫർട്ടുള്ള വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഇത്രയും ഫീച്ചർ ഒരുപോലെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്കോഡയുടെ തന്നെ വേൾഡ് ഫൈനസ്റ്റ് സെഡാൻ വണ്ടിയാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ സ്കോഡ സ്ലാവിയ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വണ്ടിയായിരുന്നു സ്കോഡയുടെ റാപ്പിഡ് ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഈ സ്കോഡയുടെ റാപ്പിഡ് നിർത്തിയതിന് ശേഷം വേറൊരു രീതി അവതരിപ്പിച്ചാണ് സ്കോഡ സ്ലാവിയ. ഈ സ്ലാവിയ എന്ന് കേൾക്കുമ്പോൾ ഒരു വെറൈറ്റി പേരാണ് അല്ലേ. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ ഒരു ബൈസൈക്കിളാണ്, അതിൻ്റെ പേരാണ് സ്കോഡ സ്ലാവിയ. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് സ്കോഡ സ്ലാവിയ എന്ന് പറഞ്ഞൊരു പേരിട്ടിരിക്കുന്നത്. ആ പേരിന് തന്നെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലേ. ആരും പറയാത്ത ഒത്തിരി ഇൻഫർമേഷൻ നമ്മുടെ വീഡിയോയിലൂടെ വരുന്നുണ്ട്. ടൺസ് ഓഫ് സപ്പോർട്ടാണ് കിട്ടുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാർ ആൻഡ് ബൈക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് പാർട്ടെന്ന് പറയുന്നത് നമ്മുടെ ഗ്രില്ല് തന്നെയാണ്. ഒരു ഹെക്സഗണൽ ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഗ്രില്ല് പോലെയാണ് നിൽക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ഡിസൈനാണ്. എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം LED ലൈറ്റാണ് വരുന്നത്. DRL നമുക്ക് കാണാം, നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് വരുന്നത് ഹാലജനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മിസ്റ്റിനോ എന്തെങ്കിലും ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹാലജൻ ലൈറ്റ് കൊണ്ട് അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എയർ ഡാം വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു എയറോ ഡൈനാമിക് ഡിസൈനാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡിസൈൻ വരുന്നത്. അതിനകത്തൊരു യൂറോപ്യൻ ലൈൻസ് ആണെന്നാണ് പറയുന്നത്. പൊതുവെ ഒരു കാർ എൻതൂസിയാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഡ്രൈവർ എൻതൂസിയാസ്റ്റിക്കിനൊക്കെ പറ്റുന്നൊരു ഡിസൈനാണ്. ഒരു സ്പോർട്ടി വെഹിക്കിളിന് വരുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഫ്രണ്ട് അതിൻ്റെ ആ ഒരു ബോണറ്റിന് വരുന്നത്. ആ എയർ ഡാമിൻ്റെ താഴെ തന്നെ ചെറിയ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതും നല്ല ഇതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു ലിപ്പ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്പോർട്ടി ടച്ചും വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ സൈഡ് പോർഷനിൽ നോക്കാം. സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അലോയ് വീലാണ്. അലോയ് വീലിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ഗ്രേ ആൻഡ് ഒരു സിൽവർ ടച്ച് അലോയ് ആണ് വരുന്നത്. വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് 16 ഇഞ്ചാണ്. അത് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടയർ സൈസ് MRFൻ്റെ ടയേഴ്സാണ് വരുന്നത്. ടയർ സൈസ് വരുന്നത് 205/55R/16 ആണ്. GC A4 എന്ന് പറഞ്ഞ മോഡൽ ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. MRFൻ്റെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീൽ ട്രാവൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഓഫ് റോഡ്, ഒരു സെമി ഓഫ് റോഡ്, ചെറിയ അത്യാവശ്യം ഇതുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പോകാം. ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് എടുത്തു പറയണം. സെഗ്മെൻറ്റിൽ ബെസ്റ്റാണ്, ഏറ്റവും ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു സെഡാൻ കാറും കൂടെയാണ്. 179 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. വിത്ത് ലോഡ് നോക്കുകയാണെങ്കിൽ, വിത്ത് ലോഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് പാസഞ്ചേഴ്സ് എല്ലാം ഇരുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 145 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. സൈഡിൽ ഒരു സ്കോഡ എന്ന് പറയുന്നിട്ടുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതിനകത്തൊരു ക്രോമിയം സറൗണ്ട് വരുന്നുണ്ട്. അതും സ്കോഡ എസിൻ്റെ മേലൊരു കുനിപ്പൊക്കെ ഇട്ടുണ്ട്. സ്കോഡ എന്നാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഇത് വരുന്നത്. നമ്മൾ സ്കോഡ എന്ന് മലയാളികൾ അല്ലെങ്കിൽ കോട്ടയംകാർ പറയും. മിറേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോഡി കളർ മിററാണ് വരുന്നത്. അതുപോലെ തന്നെ ടേൺ ബ്ലിങ്കേഴ്സും ഇതിൻ്റെ സൈഡിൽ വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി തന്നെയാണ്. നല്ല പെയിൻറ്റ് ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു വൈബ്രൻ്റ് ഡിസൈനാണ്. ശ്രദ്ധിച്ചാൽ മതി. ഈ ഡിസൈനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് എല്ലാം കൂടെ ഒന്ന് അസംബ്ലിങ് മാത്രമാണെന്നൊക്കെയാണ് പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇതിൻ്റെ ഫുൾ മേക്ക് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെയൊക്കെ വില മറ്റ് കോമ്പറ്റീറ്റേഴ്സായിട്ട് വളരെ അടുത്ത് വരുന്ന രീതിയിലാണ്. ചിലപ്പം ഇതിന് കുറയാം, ചിലപ്പോൾ അതിന് കൂടാം. ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട സിറ്റി, വോക്സ്വാഗൺ വെർട്ടസ്, ഹുണ്ടായ് വേർണ, ഈ വണ്ടിയൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്റർ വരുന്നത്. ഫ്രം ബാക്ക് ടു ഫ്രണ്ട് ഒരു ചെറിയൊരു ക്രോമിയം എലമെൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബി പില്ലറിലായിക്കോട്ടെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബ്യൂട്ടിയെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ചെക്ക് റിപ്പബ്ലിക് എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ എഞ്ചിനീയേഴ്സും കൂടെ ഒത്തൊരുമയോടെ ഒരു ആലോചിച്ച് ചെയ്തൊരു ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എയറോഡൈനാമിക്സും ഇതിൻ്റെ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സും എല്ലാം കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഡിസൈൻ തന്നെയാണ്.
പിന്നെ അതുപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും അത്യാവശ്യം നല്ലൊരു മൈന്യൂട്ട് ഒരു കർവ് പോലെ ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ബ്യൂട്ടിനെ വർദ്ധിപ്പിക്കുന്നു. വണ്ടിയുടെ ഹാൻഡിൽസിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇതുപോലെ തന്നെ ക്രോമിയം എലമെൻറ്റ് കൊടുത്തിരിക്കുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലോക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വണ്ടിയുടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് കീലെസ് എൻട്രി ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കയറി ഇറങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഡോർ സൈഡിൽ നമുക്കിവിടെ ഒരു റിഫ്ലക്ടർ കൊടുത്തിരിക്കുകയാണ്. അതൊരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈൽഡ് ലോക്ക് കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിക്കും വരുന്ന പോലെ തന്നെ ഇതിനും വരുന്നുണ്ട്. ഇവിടെ റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പുറകെ ബാക്കിൽ നിന്ന് എന്തെങ്കിലും വണ്ടി വന്നാൽ വളരെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് വണ്ടി ഇടിക്കാതെ അവർ അലേർട്ടാവും. അപ്പോൾ ഇതൊരു സ്പോട്ടി ഡിസൈനാണ്. ടേപ്പേർഡ് കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഈ കർവ് പറയുന്നത്. സെഡാൻ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല ലെങ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത് റൈറ്റ് സൈഡിലാണ്. സ്കൂഡ കുഷാക്കിലും ഞാനിത് പറഞ്ഞിരുന്നു. അപ്പോൾ സ്കൂഡ കുഷാക്ക് വീഡിയോ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചൊരു ഡെപ്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഐകാർഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് കാണുക. നിങ്ങൾ ഒരു SUV വണ്ടിയാണ് നോക്കുന്നുണ്ടെങ്കിൽ കുഷാക്ക് നോക്കുക. ഒരു സെഡാൻ വണ്ടിയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യു ക്യാൻ ഗോ ഫോർ സ്കോഡ സ്ലാവിയ. പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 45 ലിറ്റേഴ്സ് ആണ്. ആസ് യു നോ ദിസ് ഈസ് പെട്രോൾ വെഹിക്കിൾ. പെട്രോൾ മാത്രമേ നമ്മുടെ സ്കോഡയ്ക്കുള്ളൂ. അപ്പം 45 ലിറ്ററിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് സൈഡിൽ എത്തിയിരിക്കുകയാണ്. ബാക്കിലെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെയിൽ ലാമ്പ് തന്നെയാണ്. ക്രിസ്റ്റലൈൻ സ്പ്ലിറ്റ് LED ടെയിൽ ലാംപ്സ് ആണ് ഇതിൻ്റെ വരുന്നത്. പല ആൾക്കാരും ഇതിന് ഇത്രയും പഞ്ച് കൊടുത്തൊന്നും പറയണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബ്രൗഷറിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു സ്പെസിഫിക് നെയിമാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഫ്രണ്ടിൽ അതിനെക്കുറിച്ച് ക്രിസ്റ്റലൈൻ ഇതൊന്നും പറഞ്ഞില്ല. പാത്രം ബൂസ്റ്റിങ് കൊടുക്കാത്ത തന്നെയാണ് പല കമൻസും വരുന്നതുകൊണ്ടാണ് കേട്ടോ. സ്കോഡ സ്ലാവിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഏത് പെട്രോളാണ് അങ്ങനെയൊന്നും ഡീറ്റെയിൽ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഏത് വേരിയൻ്റ് എടുക്കുന്നവർക്കും ഒരേ ആ റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കറക്റ്റ് ഇതിനകത്ത് കൊടുക്കാത്തത്. എല്ലാവർക്കും ഒരേ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ബാക്കിൽ റിവേഴ്സ് ഇടുന്ന സമയത്ത് ഇതിൻ്റെ 2 ലൈറ്റാണ് കത്തുക. കൂടുതൽ വിസിബിലിറ്റി അതിനകത്ത് ഉണ്ടാവുന്നതാണ്. ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് ഈ ക്രോമിയം എലമെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ട്രൈയാരോ ഡിസൈൻ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഇപ്പോൾ തന്നെ ബാക്കിൽ ഒരു ചെറിയ ലിപ്പ് കൈൻഡ് ഓഫ് ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് വളരെ ബ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു റിഫ്ലക്ടർ ലൈറ്റ്സും വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ബാക്ക് സെൻസേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് ക്യാമറയും ഇതിനോട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റ് വരുന്നത്. സെഡാൻ വണ്ടികൾക്കൊക്കെ പൊതുവേ സ്റ്റോപ്പ് ലൈറ്റ് വരുന്നത് ഇവിടെയാണ് വരിക. പിന്നെ അതുപോലെ തന്നെ ബാക്ക് ഡിഫോർ വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ വരുന്നില്ല. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് മോഡലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഷാർക്ക് ആൻറ്റിന വരുന്നത്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങളെ ഞാനൊന്ന് ബൂട്ട് സ്പേസ് കാണിച്ചു തരുവാണ്. ഭയങ്കര സെൻസിറ്റീവ് ആണ് കേട്ടോ. അതിൻ്റെ സ്വിച്ചസൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ ബൂട്ട് സ്പേസാണ് എടുത്തു പറയേണ്ടത്. നോക്കുക, വിശാലമായ സ്പേസാണ്. നിങ്ങൾക്ക് ഒരു ടൂറ് പോകാം. ലഗേജസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു യാത്ര പോകണോ, എയർപോർട്ടിൽ പോകണോ, എവിടെ വേണമെങ്കിലും പോകാം. അത്രയും ലഗേജ് കപ്പാസിറ്റിയാണ്. ഇതിൻ്റെ ലഗേജ് കപ്പാസിറ്റി വരുന്നത് 521 ലിറ്ററാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് ഫോൾഡാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1050 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഭയങ്കര സൂപ്പറാണ്. ഇനി നിങ്ങളെ വേറൊരു അടിപൊളി സാധനം ഞാൻ കാണിച്ചത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സബ് ഊഫർ വരുന്നത്. 8 സ്പീക്കേഴ്സ് വിത്ത് സബ് ഊഫറാണ് വരുന്നത്. ഇതിൻ്റെ കുറഞ്ഞ മോഡലാണ് 6 സ്പീക്കേഴ്സാണ് വരുന്നത്. പക്ഷേ ഇതിന് 8 സ്പീക്കർ പ്ലസ് സബ് ഊഫർ ടയറിൻ്റെ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. അതുപോലെ അത്രയും എൻജിനീയേഴ്സ് അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓരോ സ്പേസ് മാനേജ്മെൻറ്റിലും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇതിൻ്റെ ബാക്കി ടൂൾസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയറിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ വളരെ സേഫായിട്ട് ഫീൽ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ ഫ്രെയിംസിൻ്റെ ഉള്ളിലാണല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. കാരണം ഇതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡുള്ള ഒരു ഹെവി ക്വാളിറ്റി ബിൽഡാണ് വരിക. ഈ സ്റ്റീൽ ഫ്രെയിംസിന് തന്നെ നമുക്ക് ഒരു കൈനറ്റിക് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ ആക്സിഡൻറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇത് ഒരു സൺറൂഫ് വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് നമ്മുടെ സൺറൂഫ് വരുന്നത്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടില്ലേ, ഇതുപോലെ സൺറൂഫൊക്കെ മാറുന്നതാണ്. നമുക്ക് സിംഗിൾ പെയിൻ സൺറൂഫ് അല്ലെങ്കിൽ ഇലക്ട്രിക് സൺറൂഫ് എന്നാണ് പറയുക. ഇപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തിടുകയാണ്, മഴയൊക്കെ ഉള്ള സമയമാണ്. ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25.4 ഏകദേശം 10 ഇഞ്ചിൻ്റെ തന്നെ നമ്മുടെ അടിപൊളി ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് ഇതിനകത്ത് കാണിക്കാനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷനിലൊന്നാണ് നമ്മുടെ സ്കോഡയുടെ തന്നെ വാലറ്റ് പാർക്കിംഗ്. ആ വാലറ്റ് പാർക്കിങ്ങിൽ നമുക്ക് നമ്മുടെ ഒരു സ്ഥലത്ത് പോയി അവിടെ നമ്മുടെ ഒരു സെക്യൂരിറ്റിയുടെ കയ്യിൽ കീ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ആ സമയത്തൊക്കെ അവർ നമ്മുടെ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും
എന്തെങ്കിലും എടുത്തോ ബാക്ക് ഓപ്പൺ ചെയ്തോ സൈഡ് ഡോർ ഓപ്പൺ ചെയ്തോ വണ്ടി എന്തെങ്കിലും അങ്ങോട്ട് ഓടിച്ചോ ഇങ്ങോട്ട് ഓടിച്ചോ എന്നൊക്കെ വെഹിക്കിൾ ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കോളർ, ട്യൂണർ, നാവിഗേഷൻ എല്ലാ സിസ്റ്റം, പിന്നെ ഡ്രൈവിംഗ് ഡേറ്റ, വെഹിക്കിൾ സ്റ്റാറ്റസ് എല്ലാം കാണാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ സ്കോഡ പ്ലേ ആപ്സ്. സ്കോഡ പ്ലേ ആപ്സിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. മൈ സ്കോഡ കണക്ട് ആപ്പിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വെഹിക്കിൾ ഹെൽത്ത് റിപ്പോർട്ട്സ് നമുക്ക് സ്മാർട്ട് ഫോണിൽ തന്നെ അറിയാവുന്നതാണ്. നമുക്ക് വെഹിക്കിൾ പിന്നെ ഉറപ്പായിട്ടും വണ്ടി ഓഫ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ ഡേറ്റയും സേവ് ആയൊക്കെ അടുത്ത ഇഗ്നീഷ്യൻ ഓൺ ആകുമ്പോൾ അടുത്ത ഡേറ്റ അവർ സ്റ്റെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ടൈമിലും വണ്ടി ഓഫ് ആവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഡേറ്റ സ്റ്റോർ ആവുന്നതാണ്. അതുപോലെ തന്നെ റിമോട്ട് വെഹിക്കിൾ ആക്സസ് ഉണ്ട്, ട്രാക്ക് യുവർ കാർ ഉണ്ട്, റിഫൈൻഡ് സ്പീഡ് ട്രാക്കിംഗ് ഉണ്ട്, ജിയോ ഫെൻസ് ഉണ്ട്, റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് സെറ്റ് ചെയ്യാം, ഡിവൈസ് ടാമ്പറിങ് അലേർട്ട് ഉണ്ട്, പിന്നെ അതുപോലെ ഡ്രൈവിംഗ് ബിഹേവിയർ നമുക്ക് നോക്കാം, വെഹിക്കിൾ ബാക്ക് ടു ദ കാർ ഉണ്ട്, റൂട്ട് ട്രാക്കിംഗ് ഉണ്ട്, ഡീവിയേഷൻ അലേർട്ട് ഉണ്ട്, എമർജൻസി SMS വരുന്നുണ്ട് വിത്ത് ലൊക്കേഷൻ, ടോ അലേർട്ട്. നമുക്കിപ്പോൾ വണ്ടി ഒന്ന് എവിടെയെങ്കിലും പെട്ടെന്ന് അടിച്ചുകൊണ്ട് പോവുകയാണ്, എവിടെയെങ്കിലും പൊക്കിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ടോ അലേർട്ട് വരെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും ഫീച്ചർ ലോഡഡാണ്. ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വരുന്നത്. ഡ്യുവൽ ടോൺ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു 3 ടോൺ ഫിനിഷിലാണ്. ഇതെന്ന് പറയുന്നത് ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോൺ ബീച്ച് കളർ നല്ല അടിപൊളി ഒരു മാറ്റ് ഫിനിഷിൽ വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ മൂന്നാമത്തെ റോ ഇരിക്കുന്നത്. സ്റ്റൈലിഷ് ആയിട്ടാണ് വരുന്നത്. ആ ബ്ലാക്ക് എലമെൻറ്റ് ഇവിടം വരെയാണ് വരുന്നത്. എല്ലായിടത്തും ഒരു ക്രോം ട്രിമ്മിങ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചറിയണം, ഓരോ AC വെൻസിന് വരെ ഒരു ക്രോം ട്രിമ്മിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റാലിക് കളർ എറൗണ്ട് ദി ഡയൽ, ഒരു വാച്ചിൻ്റെ ഒക്കെ ഡയൽ പോലെയാണ് അതിൻ്റെ ഒരു ക്രോം സർക്കുലർ ഫോം അവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ AC വെൻസ് വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ വരുന്നത് 1, 2, 3, 4 വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ വേറെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫ്രണ്ട് സൈഡിലേക്കുള്ളത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് 25.4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു അടിപൊളി ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അത് നമുക്ക് ഇതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ മ്യൂസിക്കൊന്നും ഇതിനകത്ത് ഇടുന്നില്ല. പിന്നെ അതുപോലെ ട്രാക്ഷൻ ഓൺ ഓഫ് ആക്കാനുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. സ്കോഡ പ്ലേ ആപ്സ് സ്റ്റോറൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല, സമയം പരിമിതമാണ്, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിനെ കുറിച്ചാണ്. മ്യൂസിക് സിസ്റ്റം വരുന്നത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, സ്കോഡ സൗണ്ട്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്കോഡ സൗണ്ട്സിനകത്ത് വരുന്നത് 8 സ്പീക്കേഴ്സ് പ്ലസ് 1 വൂഫറാണ്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ആ വൂഫറിൻ്റെ ഇതൊക്കെ നല്ല ക്വാളിറ്റി മ്യൂസിക് സിസ്റ്റമാണ്. നല്ല സ്മൂത്ത് സൗണ്ട് തരുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. നമ്മുടെ എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ ഒരു ലെതർ ലൈറ്റ് സ്റ്റിയറിംഗ് വീലാണ്, 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഹോൺ വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കീ സൗണ്ടാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ റോട്ടറി വരുന്നത്. ഞെക്കി കഴിഞ്ഞാൽ തന്നെ അത്ര സെൻസിറ്റീവാണ് അതിൻ്റെ സ്വിച്ചസ് എല്ലാം. ഇതാണ് കമാൻഡിൻ്റെ ഇത് വരുന്നുണ്ട്, പ്ലസ് മൈനസ് വരുന്നുണ്ട്, സീക്കിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, ഹോണിൻ്റെ വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വെർച്വൽ കോക്പിറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. ഇതിനകത്ത് പല ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. സെറ്റിങ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. സെറ്റിങ്സിൽ ഡ്രൈവിംഗ് ഡേറ്റ, എക്കോണമി, ആവറേജ് എക്കോണമി, ഡിസ്റ്റൻസ് ടൈം, ആവറേജ് സ്പീഡ്, ഗിയർ ഡിസ്പ്ലേ എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിനി വേണമെങ്കിൽ ബാക്കിലേക്ക് വരാൻ പറ്റുന്നതാണ്. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ഇതിനകത്ത് ഡിസ്റ്റൻസ് ടൈം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ലോങ് ടേം സിൻസ് റീഫ്യൂവൽ എല്ലാ ഡീറ്റെയിലും ഇതിനകത്ത് ഞാൻ ഒന്നും എടുത്ത് പറയുന്നില്ല. പിന്നെ ഇതിനകത്തുള്ള ആസ് യൂഷ്വൽ ടയർ പ്രഷർ, മോട്ടറിങ്, ആവറേജ് ഫ്യൂൽ റേഷ്യോ, മൈലേജ് എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് കാണിക്കും. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ ഹെഡ് ലാമ്പ്സിൻ്റെ കൺട്രോൾസാണ്. റൈറ്റ് സൈഡിൽ വരുന്നത് വൈപ്പറിൻ്റെ കൺട്രോളാണ്. ഹെഡ് ലാമ്പ്സ് എന്ന് പറയുന്നത് ഓട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓട്ടോ ഹെഡ് ലാമ്പ്സ് വരുന്നുണ്ട്. വൈപ്പറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ട് ഓട്ടോ വൈപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ട് നമുക്കൊരു കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരു ഡ്രൈവറിന് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് എന്ത് വേണോ അതെല്ലാം ഇവർ ക്ലബ് ചെയ്തിട്ടാണ് ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതും നിസ്സാര വിലയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നുണ്ട്. സോ കീപ്പ് വാച്ചിങ്. സ്കോഡ വണ്ടി എടുക്കുന്ന പല ആൾക്കാരും വണ്ടി പ്രാന്തന്മാരായിരിക്കും. ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിക് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ഫാൻറ്റസി ഡ്രൈവർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് നമ്മുടെ സ്കോഡ സ്ലാവിയ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പാഡൽ ഷിഫ്റ്റാണ്, മൈനസും പ്ലസും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്ലൗ ബോക്സ് വരുന്നത്. കൂളിംഗ് ഗ്ലൗ ബോക്സ് ആണ്. അതിൻ്റെ സെറ്റിങ്സ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സ്ലോട്ടും കൂടെ ഉണ്ട്. അതിനകത്ത് നമ്മുടെ കാർഡ്സ്, വിസിറ്റിംഗ് കാർഡ്സൊക്കെ വെക്കാൻ പറ്റുന്ന കിഡിലൻ സ്പേസ് ഇവിടെയും വരുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്കോഡയുടെ തന്നെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അത് നല്ല സ്മൂത്താണ്, നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് വരെ തന്നെ അതിശയിപ്പിക്കുകയാണ്. സ്ലാവിയ എന്ന് പറയാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്ലാവിയയ്ക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മാറ്റാണിത്. അതും നല്ല ഹെവി ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ റോട്ടറി സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓട്ടോ സെറ്റിയാണ് സെറ്റ് ചെയ്യാം. ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ വണ്ടികളുള്ള പോലെ തന്നെ അതിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഗ്ലൗ ബോക്സ് ആണ്. ഈ ഗ്ലൗ ബോക്സ് അല്ല, ആക്ച്വലി
ഇതൊരു സ്പെഷ്യൽ സ്പേസിംഗ് ആണ്. നമുക്കിവിടെ വിസിറ്റിംഗ് കാർഡ്സോ നമ്മുടെ സാധനങ്ങളോ പേഴ്സോ എന്തായാലും ഇടാം. അതെനിക്ക് ഭയങ്കര ഒരു ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ സ്കോഡ എന്നൊക്കെ നമുക്കൊരു ചെറിയൊരു ഇൻപ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്കോഡ സൗണ്ട്സ് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഹോൾഡർ വരുന്നത്. നമുക്ക് എല്ലാ വണ്ടികളും കാണുന്നതല്ല, നമുക്ക് ടിക്കറ്റ് ഹോൾഡറൊക്കെ നമുക്ക് വരെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൺ വൈസേഴ്സാണ്. സൺ വൈസേഴ്സ് നോർമൽ സൺ വൈസേഴ്സ് വരുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സൺ പ്രൂഫിൻ്റെ സംഭവമാണ്. ആൻറ്റി പിഞ്ച് ടെക്നോളജി വരുന്നതാണ്. അതിപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ ലൈറ്റ്സ് വരുന്നുണ്ട്. ക്യാബിൻ LED ലൈറ്റ്സ് വരുന്നുണ്ട്. ഓൺ ഓഫ് ആക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സൺ വൈസേഴ്സ് വരുന്നത്. അത് കോ ഡ്രൈവർ സൈഡിലാണ്. നമുക്ക് ഇതുപോലെ തന്നെ മിറേഴ്സും വരുന്നുണ്ട്. ഡോർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റോട്ടറി വരുന്നുണ്ട്. അത് ORVM മിറേഴ്സിൻ്റെ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആസ് യൂഷ്വൽ ആയിട്ടുള്ള ഇത് ലോക്ക്, ചൈൽഡ് ലോക്ക് സംഭവങ്ങൾ വരുന്നുണ്ട്. ഗ്ലാസുകൾ പൊക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ആസ് യൂഷ്വൽ ആണ്. പവർ വിൻഡോ ആണ് വരിക. നമ്മുടെ ഡ്രൈവർ സീറ്റിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. 6 വേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവറിനാണ് വരുന്നത്. സ്റ്റിയറിംഗിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സ്റ്റിയറിംഗ് ഇതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടെലിസ്കോപ്പിംഗ് ചെയ്യാം. ടെലിസ്കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ടിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഇത് നമ്മുടെ സ്കോഡ കുഷാക്കിലും ഒക്കെ വരുന്നതാണ്. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫീച്ചർ ലോഡഡാണ് നമ്മുടെ സ്കോഡ സ്ലാവിയ. സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഫോണൊക്കെ ഇടാൻ പറ്റുന്ന സ്പേസ്, ഇവിടെ ഫയൽസ് ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു കോട്ട് ഹോൾഡറാണെന്നാണ് പറയുന്നത്. കോട്ട് ഹാങ്ങറിലിട്ട് ഇങ്ങനെയൊക്കെ തൂക്കിയിടാൻ പറ്റുന്നതൊക്കെയാണ്. പക്ഷേ നമുക്കിതെല്ലാവരും ഉപയോഗിക്കുന്നത് നമ്മുടെ ഇവിടെ ഇങ്ങനെ പിടിക്കാനൊക്കെയാണ്. അതുപോലെ തന്നെ ലെഗ് സ്പേസ് ആണ് എടുത്ത് പറയേണ്ടത്. നല്ല രീതിയിൽ കാലൊക്കെ നിവർത്തിയിട്ട് എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ സുഖമായിട്ടിരിക്കാം. ഇവരൊരു ഡബിൾ സ്റ്റിച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു ലൈറ്റ് ക്രീം കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. അത് ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് ചെളി പറ്റുകയോ ഒന്നും പേടിക്കേണ്ട. ക്യാബിൻ സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ്, പിന്നെ അത് നല്ല ഹെഡ് റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറിയിരിക്കാം. സെൻട്രലാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് കണ്ടില്ല, ഒരു അഡൽറ്റിന് വേണമെങ്കിൽ കാലൊക്കെ അകത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ചാരി ഇരിക്കാം. നല്ലൊരു ഹെഡ്റസ്റ്റോ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ്സ് നമുക്കിവിടെ ഓൺ ഓഫ് വരുന്നുണ്ട്. ക്യാബിൻ ലൈറ്റ് ഞാൻ പറയാം സ്കോഡയുടെ ഇവിടെ സ്പെസിഫിക് പൊസിഷനിലാണ് വരുന്നത്. എന്തുകൊണ്ടും നമുക്ക് നല്ല സൗകര്യപ്രദമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ബാക്കിൽ എയർ വെൻറ്റ്സ് ആണ്. എയർ വെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ സൈഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും, അതുപോലെ തന്നെ ഇവിടെ ആസ് യൂഷ്വൽ എല്ലാ വണ്ടികൾ കാണുന്ന പോലെ തന്നെ ഇവിടെ 2 സീപോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ചാർജ് ചെയ്യാനും ഒക്കെ സൗകര്യമായിട്ടുണ്ട്. തൈ സപ്പോർട്ടാണ് എന്നെ വളരെയധികം അതിശയിച്ചു. നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട്. 3 അഡൽറ്റിനും ഫ്രണ്ടിൽ 2 പേർക്കും കൂടെ ചേർത്ത് 5 പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടെയാണ്. അതിൻ്റെ കൂടെ തന്നെ ബാക്കിൽ 2 പേരെ ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വൈഡായിട്ടുള്ള നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ആണ്. ഒരു ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഹാൻഡ് റെസ്റ്റ് ആണ് വരുന്നത്. സീറ്റ് ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ എടുത്ത് പറയുന്നത് നല്ലൊരു അപ്പോൾസ്റ്ററി ആണ്. നല്ല ഒരു പ്രീമിയം ടച്ച് തരുന്ന പോലത്തെയാണ് നമ്മുടെ ഈ ഒരു ഫാബ്രിക് വരുന്നത്. ലെതർ ലൈറ്റ് ഫാബ്രിക്കാണ് വരുന്നത്. എന്തുകൊണ്ടും ഒരു യാത്രയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ സ്പെസിഫിക് എലമെൻറ്റേയും ക്വാളിറ്റി അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സീറ്റ് ഇതുപോലെ നമുക്ക് ഫോൾഡബിൾ ആണ്. നമുക്ക് വണ്ടിയുടെ ഡ്രൈവ് റിവ്യൂവിൽ ഞാൻ എടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. വണ്ടിയുടെ സസ്പെൻഷനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സസ്പെൻഷൻ ഫ്രണ്ട് വരുന്നത് മാക് ഫ്രണ്ട് സ്റ്റാർട്ടാണ് വരുന്നത്. ബാക്ക് വരുന്നത് ട്വിസ്റ്റ് ബീം ആക്സിലാണ് വരുന്നത്. പിന്നെ ഈ ഡ്രൈവ് റിവ്യൂവിൽ അതിൻ്റെ കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. 1 ലിറ്ററിൻ്റെ തന്നെ TSI എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടർബോ ചാർജ് എഞ്ചിനാണ് നമ്മളിപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടും ഈ വണ്ടി വരുന്നത് 2 എഞ്ചിൻ ഫോർമാറ്റിലാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് 1 ലിറ്റർ TSI എഞ്ചിൻ, അതിന് തന്നെ മാനുവലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ 1.5 ലിറ്റർ TSI എഞ്ചിൻ വരുന്നുണ്ട്. 1 ലിറ്ററിൻ്റെ പവർ വരുന്നത് 115 PS 178 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് വരുന്നത്. 1.5 ലിറ്റർ പവർ വരുന്നത് 150 PS പവറും അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 250 ന്യൂട്ടൺ മീറ്ററുമാണ്. വണ്ടിയുടെ മൈലേജിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വണ്ടിയുടെ മാനുവൽ 1 ലിറ്റർ TSI എഞ്ചിന് മാനുവലിൽ വരുന്നത് 20.3 km/ലിറ്ററും അതുപോലെ ഓട്ടോമാറ്റിക് വരുന്നത് 18.73 km/ലിറ്ററാണ് വരുന്നത്. 1.5 ലിറ്റർ TSI എഞ്ചിന് വരുന്നത് അതും 4 സിലിണ്ടർ എഞ്ചിനാണ്. അതിന് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന മൈലേജ് എന്ന് പറയുന്നത് 19 km/ലിറ്ററും ഓട്ടോമാറ്റിക് വരുന്നത് 19.36 ആണ് വരുന്നത്. ഉറപ്പായിട്ടും ഓട്ടോമാറ്റിക് കുറവാണ് വരേണ്ടത്, ഇതിന് കൂടുതലുണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് DSG ഗിയർ ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി അതിൽ കാണിക്കുന്നുണ്ട്. മൈലേജ് എഫിഷ്യൻ്റ് ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത്. അപ്പോൾ 2 മോഡലിലാണ് വരുന്നത്. 1 ലിറ്റർ TSI വരുന്നുണ്ട്, അതിന് മാനുവൽ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്. 1.5ലും വരുന്നുണ്ട്, അതിലും ഇതുപോലെ മാനുവൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്.
പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1.5 ലിറ്ററാണ് എന്താ പറയുന്നത് കുറച്ചുകൂടെ പവർഫുൾ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ഉള്ള വണ്ടി. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആസ് യൂഷ്വൽ നമ്മുടെ ഒട്ടുമിക്ക വണ്ടികളുള്ള പോലെ തന്നെ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി സ്റ്റിയറിംഗ് വീലാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റോഡ് വിസിബിലിറ്റിയാണ് വണ്ടിയുടെ ഏറ്റവും പോസിറ്റീവിലൊന്നാണ്. വണ്ടിയുടെ ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. 179 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. വിത്ത് ഫുൾ ലോഡ് ആണെങ്കിൽ 145 ആണ്. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ കിട്ടുക, അതുപോലെ തന്നെ വണ്ടിയുടെ കംഫർട്ട് ഒത്തുവരിക എല്ലാം പാടാണ്. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല കംഫർട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ടുവരുന്നുണ്ട്. അടി ഇടിക്കാതെ ഒരു സ്ഥലത്ത് പോകാമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. കഴിഞ്ഞ കുഷാക്ക് വീഡിയോയിൽ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ സത്യം നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? നമ്മൾ ഉറപ്പായിട്ടും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സത്യങ്ങളെല്ലാം പറയാറുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ സ്കോഡ സ്ലാവിയയ്ക്ക് ഇനീഷ്യൽ ലാഗ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ്. ഇത് ഞാൻ സ്പോർട്ടി മോഡലൊന്നും അല്ല ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ചെറിയൊരു ലാഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ അതിൻ്റെ ഒരു എൻജിൻ്റെ ആ ഒരു ഡിസൈൻ അങ്ങനെയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ ക്യാബിൻ സൗണ്ടൊന്ന് ചെക്ക് ചെയ്യാണ്. ക്യാബിൻ സൗണ്ട് വലിയ കാര്യമായിട്ടുള്ള ക്യാബിൻ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എൻജിൻ സൗണ്ട് നമുക്ക് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 1.5 ലിറ്റർ DSG എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 സ്പീഡ് എഞ്ചിൻ വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ നമുക്ക് ഒരു മൈലേജ് ഓറിയൻറ്റഡ് വണ്ടിയാണ്. പിന്നെ മാത്രമല്ല അതിൻ്റെ റെസ്പോൺസ് വ്യത്യാസമാണ്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൂടുതലും നിങ്ങൾ ആ ഒരു ഓപ്ഷൻ, നിങ്ങളൊരു ഡ്രൈവർ എൻതൂസിയാസ്റ്റിക്കാണ്, ഇപ്പോൾ സ്കോഡ എടുക്കുന്ന പല ആൾക്കാരും ഒരു കൂടുതൽ ഡ്രൈവിംഗ് ഫാൻറ്റസി ഉള്ള ആൾക്കാരായിരിക്കും. ഉറപ്പായിട്ട് അത് പ്രിഫർ ചെയ്യാം. കുറച്ചുകൂടെ ഒരു പവർഫുൾ എഞ്ചിനാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു ലോങ് ഡ്രൈവിനായിക്കോട്ടെ, നമുക്കൊരു സിറ്റി ഡ്രൈവിനായിക്കോട്ടെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. അത്യാവശ്യം ഇത്തിരി ഒരു ബമ്പി സസ്പെൻഷനുള്ള ഒരു അത്യാവശ്യം ഒരു മീഡിയം ടു സ്റ്റിഫ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് നല്ലൊരു കംഫർട്ട് ഇതിനകത്ത് തരുന്നുണ്ട്. ടോപ്പ് സ്പീഡ് നമുക്ക് അത്യാവശ്യം നമുക്ക് ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല. നമുക്ക് അതുകൊണ്ട് തന്നെ ടോപ്പ് സ്പീഡ് നിങ്ങളെ കാണിച്ചു തരാൻ നമുക്ക് ഒരു പരിമിതിയുണ്ട്. പിന്നെ അടുത്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സ്പോർട്ടി മോഡൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും വണ്ടിയുടെ റെസ്പോൺസ് എന്നുള്ളതാണ്. സ്പോർട്ടി മോഡിലോട്ട് അങ്ങോട്ട് ഇട്ടില്ല, വണ്ടിയുടെ റെസ്പോൺസ് അങ്ങ് മാറി വേറെ ലെവലായി. വണ്ടിയുടെ സൗണ്ടൊക്കെ അങ്ങ് മാറി കേട്ടോ, ഒന്നും പറയാനില്ല. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്പോർട്ടി മോഡ് കാണിക്കാനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ കോട്ടയത്ത് ഈ ഒരു ഏരിയയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വണ്ടിയുടെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാം. വാവ്, ഒരു രക്ഷയില്ല കേട്ടോ. സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര അമേസിംഗ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയുടെ സൗണ്ടാണ്. ശരിക്കും വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു ഗൂസ് ബംസ് ഒക്കെ വരുന്നുണ്ട്. ഒത്തിരി പേര് വണ്ടി ഞാൻ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ലാവിയ ഒന്ന് ഓടിക്കണം, ഭയങ്കര ആഗ്രഹിച്ചും കൂടെയാണ്. ആ സൗണ്ട് നിങ്ങൾ കേട്ട് നോക്ക്, വണ്ടി വേറെ ലെവലാണ്. സ്പോർട്ടി മോഡാണ്. സോ സ്പോർട്ടി മോഡിൽ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൈലേജ് ശരിക്കും ഒന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്നതാണ്. കണ്ടോ, അതിൻ്റെ സ്പീഡ് അച്ചീവ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ്. അതിൻ്റെ ഒരു എന്താ പറയുന്നത്, എനിക്ക് ഇതിൻ്റെ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് 1 ലിറ്റർ എഞ്ചിന് വരുന്നത്. അതും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് കീലെസ് എൻട്രി ആണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് സൈഡിൽ തന്നെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് വരുന്നത്. പിന്നെ 12 വോൾട്ട് പവർ സോക്കറ്റ് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ റിയർ AC വെൻസ് വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു സ്ഥലത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പെഡൽസിൽ കാല് വെക്കാൻ നമുക്ക് സെറ്റ് ചെയ്യാൻ വയർലെസ് ചാർജർ വരുന്നുണ്ട്. റിയർ വ്യൂ ക്യാമറ വിത്ത് ഗൈഡ്ലൈൻസ് വരുന്നത്. അപ്പോൾസറി വരുന്നത് നമുക്ക് ക്ലാസിക്, സിഗ്നേച്ചർ, പ്രസ്റ്റീജ് എന്ന ഓപ്ഷനിലൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ വരുന്നത്. വെന്റിലേറ്റഡ് ലെതർ ലൈറ്റ് സീറ്റ് ഉണ്ടെന്നുള്ളത് വലിയൊരു അഡീഷണൽ സംഭവം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്കോഡ സ്ലാവിയുടെ തന്നെ ഒരു മാറ്റ് എഡിഷൻ തന്നെ ഒരു സ്പെസിഫിക് ഇതായിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് വേരിയൻസ് വരുന്നത് 3 വേരിയൻറ്റിലാണ്: ക്ലാസിക്, സിഗ്നേച്ചർ ആൻഡ് പ്രസ്റ്റീജ്. അപ്പോൾ അതിനകത്ത് ടോപ്പ് വേരിയൻറ്റിലാണ് നമുക്കൊരു എലഗൻറ്റ് ബ്ലാക്ക് വണ്ടികൾ ലഭിക്കുക. അപ്പോൾ നമുക്ക് ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താ പറയുന്നത് എൻക്വയറി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. എന്ത് ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കാൻ പറ്റുന്നതാണ്. ഇനിയും ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇതിനകത്ത് കളേഴ്സ് വരുന്നത് ലാവ ബ്ലൂ, ക്രിസ്റ്റലൈൻ ബ്ലൂ, പിന്നെ അതുപോലെ തന്നെ ടൊറൻറ്റോ റെഡ്, കാർബൺ സ്റ്റീല്, ബ്രില്യൻ സിൽവർ,
വൈറ്റ് ഇതൊക്കെയാണ് അതിനകത്ത് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഞാൻ വൈറ്റ് പോയി കണ്ടിട്ടുണ്ട്, ഒത്തിരി ഡെലിവറീസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ എഡിഷനിൽ വരുന്നത് ഡീപ്പ് ബ്ലാക്ക് വരുന്നുണ്ട്. നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ ഒരു മാറ്റ് എഡിഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പം ഡീപ്പ് ബ്ലാക്കാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കളറാണ്. അപ്പോൾ അത് ഒരു സ്പെഷ്യൽ എഡിഷനാണ്. ഡ്യുവൽ ടോൺ കളറിലും വരുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്റ്റലൈൻ ബ്ലാക്കും അതുപോലെ കാർബൺ സ്റ്റീലും കൂടെ ഡ്യുവൽ ടോൺ ആയിട്ടുള്ള കളർ, പിന്നെ ബ്രില്യൻ സിൽവർ കാർബൺ സ്റ്റീൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഡ്യുവൽ ടോൺ കളേഴ്സ് വരുന്നത്. ഇനി എല്ലാവർക്കും അറിയേണ്ട എൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ചാണ്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് വണ്ടിയുടെ പ്രൈസിനെ കുറിച്ചാണ്. സ്കോഡ സ്ലാവിയ ക്ലാസിക് 1.0 TSI മാനുവൽ ട്രാൻസ്മിഷന് വരുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 13,05,670 വരുന്നത്. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഭീഷൻ എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട് TSI മാനുവൽ ട്രാൻസ്മിഷൻ, അതിന് 17,925,000 വരിക. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് വരുന്നത് 18,65,000 സംതിങ്ങും. അതുപോലെ തന്നെ സിഗ്നേച്ചർ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് 19,19,000 സംതിങ്ങും വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസ്റ്റീജ് ഓപ്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ 19,80,000 സംതിങ് വരുന്നുണ്ട്. അതുപോലെ പ്രസ്റ്റീജ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് വരുന്നുണ്ട്. 1.0 TSI ഓട്ടോമാറ്റിക് വേരിയൻ്റ് വരുമ്പോൾ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 21,15,235. അതുപോലെ തന്നെ പ്രസ്റ്റീജ് 1.5 TSI മാനുവൽ ട്രാൻസ്മിഷന് 21,64,189 വരെയും, പ്രസ്റ്റീജ് സ്റ്റൈൽ 1.5 TSI ഓട്ടോമാറ്റിക് വേരിയൻ്റ് വരുന്ന 23,11,052 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഫുൾ ഓപ്ഷൻസ് വരുന്ന പല റേറ്റിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ എൻക്വയറി ചെയ്താൽ മതി, നമുക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടുന്നതാണ്. ഉറപ്പായിട്ടും വില വേരി ചെയ്തുകൊണ്ടിരിക്കും, ടൈം ബൈ ടൈം വേരി കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. റിവേഴ്സ് ക്യാമറ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ആ മിറേഴ്സിലൊക്കെ നോക്കി തന്നെയാണ് ശീലിച്ചത്. പുതിയ മോഡേൺ ടൈപ്പ് ഓഫ് വെഹിക്കിളിലാണ് നമ്മുടെ ഈ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളും ഒക്കെ 360 ഒക്കെ വരുന്നത്. അതൊക്കെ ശരിക്കും ഗുണകരം തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആവശ്യമുള്ള ഫീച്ചറുകൾ തരിക, ആവശ്യമില്ലാത്തത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതിനകത്ത് പ്രയോറിറ്റൈസ് ചെയ്യണം, അല്ലാതെ ഇതൊന്നും ഗുണമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ള ഒരു ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ടുള്ള റിവേഴ്സ് ക്യാമറയും സെൻസറും കാര്യങ്ങളും ഒക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒന്നും പറയാനില്ല അതിനകത്തൊന്നും. പിന്നെ ഇനിയും നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു സ്റ്റെബിലിറ്റി കാര്യങ്ങളാണ്. നമുക്ക് എത്രത്തോളം വണ്ടി സ്റ്റെബിളാണെന്ന് നോക്കാം. ഞാൻ വീണ്ടും അതിന് വേണ്ടി സ്പോർട്സ് മോഡ് ഇടുകയാണ്. നമുക്കിങ്ങനെ മൈനസിലോട്ട് ഇടുക, നേരെ വണ്ടി റിലീസ് ചെയ്യുക. ഇപ്പോൾ വണ്ടിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറി. വണ്ടി എന്നെ അങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പം ഡ്രൈവിങ് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഓടിപ്പോയി സ്ലാബ് എടുത്തോളുക. ഇപ്പോൾ നമ്മൾ നിയർലി ടു 90 എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്നൊരു വളവ് വന്നു. അപ്പം വണ്ടിയുടെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, ഞാനൊരു 10 മാർക്സ് തന്നെ കൊടുക്കുകയാണ്. കാരണം അത്രയ്ക്ക് സ്റ്റേബിളാണ് വണ്ടി. ചില സൗണ്ട് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ ഇതിൻ്റെ സൗണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഈ വണ്ടി വീണ്ടും ഓടിക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഇതിൻ്റെ ആ ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ ആ ഒരു എയർ ഫ്ലോ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ആ ഒരു മിസ്റ്റ് ഫീൽ ചെയ്യുന്നതാണ്. അടുത്ത് നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഡ്രൈവ് ക്വാളിറ്റിയാണ്. നമുക്കൊരു ഡ്രൈവർ എന്ന നിലയ്ക്ക് നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് വരുന്നത്. നമ്മുടെ ഡ്രൈവറും കോ ഡ്രൈവറും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവാണ് തരുന്നത്, ഒന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ സ്വിച്ചസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാം ആക്ടിവേറ്റ് ആവുന്നതാണ്. അപ്പോൾ എനിക്ക് പല തവണ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ബ്രേക്കിങ്ങിനെ കുറിച്ചാണ്. വണ്ടി എത്രത്തോളം ബ്രേക്ക് എഫിഷ്യൻ്റ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയണം. പിന്നെ അതുപോലെ തന്നെ ടേണിംഗ് റേഡിയസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നല്ലൊരു ക്വാളിറ്റി ഇതാണ് വരുന്നത്. ടേണിംഗ് റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപോലെ, നമുക്ക് ലേഡീസ് ആയിക്കോട്ടെ ജെൻസാണ് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നമുക്കൊന്ന് ഇനി ബ്രേക്ക് ചെയ്ത് നോക്കുകയാണ്. സഡൻ ഒരു ബ്രേക്കിംഗ് ആണ് നമ്മൾ എല്ലാ വണ്ടിയിലും ചെക്ക് ചെയ്യാറുള്ളതാണ്. അടിപൊളി ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്കോഡ കുഷാക്കിൽ പോലും ഇത്ര ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ നമ്മുടെ വീഡിയോ എടുക്കുന്ന അഭിഷേകനും എനിക്കും ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുണ്ട്. ഞങ്ങൾ പല വണ്ടിയും റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അമേസിങ് ആണ്. ബ്രേക്കിങ്ങിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10ൽ 10 മാർക്ക് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്തു നിന്നുള്ള ഷോട്ട് ഒന്നുമാണ്. ഇതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്ന് പറയാമെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു.
പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യമുണ്ട്. എന്നെ അതിശയിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് തന്നെയാണ്. ഒരു തുള്ളി സ്കിഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പോരായ്മകൾ എടുത്ത് പറയാമെന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. എന്താണ് പോരായ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർഡർ പലതും കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വേണമെങ്കിൽ 360 ക്യാമറ ആവാമായിരുന്നു, കുറച്ചുകൂടെ നമുക്കൊരു എന്താ പറയുക ലക്ഷറി കിട്ടിയേനെ എന്നൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പർപ്പസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്കൊരു ഇനീഷ്യൽ ലാഗ്, ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ ലാഗ് ചെറിയ, ഇത് 1 ലിറ്റർ എഞ്ചിനാണ്. 1.5 നമുക്ക് കുറച്ചുകൂടെ നമുക്കൊരു നല്ലൊരു ത്രോട്ടൽ റെസ്പോൺസ് കിട്ടിയായിരിക്കും. ഒരു ഇനീഷ്യൽ ലാഗ് ഓട്ടോമാറ്റിക്കാണ്, സ്വാഭാവികമായിട്ടും ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾക്കൊരു മാനുവൽ വെർഷനിലേക്ക് പോവാം. നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കസ്റ്റമറിന്, നമ്മുടെ ഈ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് എന്ത് കമ്മിറ്റ്മെൻറ്റാണ് സ്കോഡ അല്ലെങ്കിൽ സ്ലാവിയ വണ്ടി കൊടുക്കുന്നതെന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും അർജൻറ്റായിട്ട് പറയേണ്ടതാണ് റോഡ് സൈഡ് അസിസ്റ്റൻസ്. നമുക്ക് 4 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 6 വർഷത്തെ റസ്റ്റ് പ്രൂഫ്. അപ്പം നിങ്ങൾക്ക് വണ്ടിയുടെ ഒരു റസ്റ്റ് ഗ്യാരണ്ടി നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. 6 വർഷത്തെ റസ്റ്റ് ഗ്യാരണ്ടിയാണ് തരുന്നത്. ഈ റോഡ് സൈഡ് അസിസ്റ്റൻസിനകത്ത് ഏറ്റവും വരുന്നൊരു സംഭവമാണ് നിങ്ങൾക്ക് ഫ്യൂവൽ തീർന്നു പോവുക, ചില സമയത്ത് വഴി കിടക്കുന്ന ഒരു സാഹചര്യം വരിക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 5 ലിറ്ററിൻ്റെ വരെ ഫ്യൂവൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ റോഡ് സൈഡ് അസിസ്റ്റൻസ് അവർ അത്ര ഹെൽപ്പാണ് നിങ്ങളെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അവർ പ്ലാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഇവരുടെ റോഡ് സൈഡ് അസിസ്റ്റൻസിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ വാറണ്ടിയെക്കുറിച്ചാണ്. വണ്ടിയുടെ വാറണ്ടി വരുന്നത് 4 വർഷം അല്ലെങ്കിൽ 1 lakh കിലോമീറ്റേഴ്സാണ്. അപ്പോൾ അത്രയും ഒരു സപ്പോർട്ടും കൂടെ അവർ തരുന്നുണ്ട്. അപ്പോൾ വളരെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കോഡ കസ്റ്റമറിന് കൊടുക്കുന്നത് 3 വർഷത്തെ പെയിൻറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, 4 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6 വർഷത്തെ റസ്റ്റ് ഗ്യാരണ്ടിയും കൊടുക്കുന്നു. സർവീസിനെ കുറിച്ചാണ് അടുത്ത പറയാനുള്ളത്. നമുക്ക് 15,000 കിലോമീറ്ററിലാണ് അതിൻ്റെ സർവീസ് ഇൻ്റർവെല്ലിൽ വരുന്നത്. പെയ്ഡ് സർവീസസ് ആണ്. നമുക്ക് ഏകദേശം നിയർലി, പണ്ടൊക്കെ ആണെങ്കിൽ സ്കോഡ വണ്ടി ആരും എടുക്കില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിലയല്ലേ, ഒന്നുമില്ല. ഇതിപ്പോൾ ഇപ്പം മാരുതിയുടെയും മറ്റു വണ്ടി, ഹുണ്ടായി അങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ ഒരു സെയിം എമൗണ്ടൊക്കെ തന്നെ വരുന്നുള്ളൂ. ഒരു 4,000 റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു സർവീസിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ എവറി 15,000 ഇതിൻ്റെ ഇൻ്റർവൽസ് വരുന്നത്. ഉറപ്പായിട്ടും നമുക്കിപ്പോൾ സ്കോഡ ഷോറൂം വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. മിക്കവാറും കുഷാക്കും സ്ലാവിയയും കോഡിയാക്കും ഒക്കെ സ്ഥിരം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അവിടെ ഡെലിവറി ആകുന്ന വണ്ടി കണ്ടേക്കും സ്ലാവിയാണ്. ഇപ്പോഴും ഓരോ ഡെലിവറി കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ വണ്ടി ഒന്ന് റിവ്യൂ ചെയ്താൽ കിട്ടിയിരുന്നെങ്കിലോ എന്ന്. പക്ഷേ അത്രയും ഡെലിവറി ആണ് അവിടെ നടക്കുന്നത്. അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഈ വണ്ടി ഇപ്പോൾ എനിക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയതിൽ. അപ്പോൾ നമ്മളിന്ന് കണ്ടത് സ്കോഡ സ്ലാവിയയുടെ തന്നെ ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്കോഡ സ്ലാവിയയുടെ ഇതിനകത്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കാർ ആൻഡ് ബൈക്ക് എല്ലാ യൂസർ റിവ്യൂ ആൻഡ് ഡിസ്ക്രിപ്ഷൻ വീഡിയോ നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട്. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണ ചാനൽ.